Hello everyone, how are you all? Welcome to a new video. So ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആർട്ടിക്കിൾസിനെ കുറിച്ചാണ്. ആനും എയും. ഓക്കെ, എപ്പോഴാണ് അവരെ പ്ലേസ് ചെയ്യേണ്ടത്, എവിടെയാണ് പ്ലേസ് ചെയ്യേണ്ടത് എന്നാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ആന് പ്ലേസ് ചെയ്യേണ്ടത് ഒരു വേർഡിന്റെ മുമ്പിൽ AEIOU എന്ന ലെറ്റേഴ്സിന്റെ സൗണ്ട് വരുമ്പോഴാണ്. ഓക്കെ, നോട്ട് ദ ലെറ്റേഴ്സ്, ആക്ച്വലി ദ സൗണ്ട് ഓഫ് ദ ലെറ്റേഴ്സ്. ഓക്കെ, എ സ്ഥാപിക്കേണ്ടത് ബാക്കി എല്ലാ ലെറ്റേഴ്സിന്റെ കൂടിയാണ്. ഓക്കെ, സോ എപ്പോഴാണ് നമ്മൾ എ അല്ലെങ്കിൽ ആന് ഒരു വേർഡിന് മുമ്പിൽ പ്ലേസ് ചെയ്യേണ്ടത്? ഇവിടെ നോക്കൂ, ഒരു ആപ്പിൾ, ആൻ ആപ്പിൾ. ഒരു ഓറഞ്ച്, ആൻ ഓറഞ്ച്. എ ബുക്ക്, ഒരു പുസ്തകം. അല്ലെ, നമ്മൾ ഒരു എന്ന് പറയുമ്പോഴാണ്. നമുക്ക് രണ്ട് സെന്റൻസ് നോക്കാം, then it will be more clear to you. ഇവിടെ നോക്കൂ, ഒരിടത്ത് ഒരു രാജാവ് ഉണ്ടായിരുന്നു. ഓക്കെ, ഒരു രാജാവ്. വൺസ് അപ്പോൺ എ ടൈം there was a king. ഒരു രാജാവ് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ എ കിങ് എന്ന് പറഞ്ഞു. നെക്സ്റ്റ് സെന്റൻസ്, ഫ്രിഡ്ജിൽ ഒരു ആപ്പിൾ ഉണ്ടായിരുന്നു. ഓക്കെ, ഇവിടെ നോക്കൂ, there was an apple in the fridge. അപ്പോൾ ഒരു ആപ്പിൾ എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മൾ ആൻ ആപ്പിൾ എന്ന് പറഞ്ഞത്, അല്ലെ? സോ ഒരു എന്ന് പറയുമ്പോഴായിരിക്കും ആണ് നമ്മൾ എ അല്ലെങ്കിൽ ആൻ ഉപയോഗിക്കുന്നത്. ഓക്കെ, സോ ആദ്യം തന്നെ നമ്മൾ പറഞ്ഞ പോലെ ലെറ്ററിന്റെ സൗണ്ട് ആണ്, അല്ലാതെ ആ ലെറ്ററിനല്ല നമ്മൾ നോക്കുന്നത്. സോ ഇവിടെ യു വരുമ്പോൾ നമ്മൾ ഉച്ചരിക്കുന്നത്, ലെറ്ററിനെ ഉച്ചരിക്കുന്നത് യു ആണ്. ഓക്കെ, പക്ഷെ ആൻ ഇടണമെങ്കിൽ എന്നൊരു സൗണ്ട് വരണം. ഓക്കെ, ഇവിടെ കണ്ടോ, ലെഫ്റ്റ് സൈഡില് ആൻ അംബ്രേല, ആൻ അങ്കിൾ, ആൻ അമ്പയർ. എന്ന സൗണ്ടാണ് അമ്പയറിന് വരുന്നത്. അമ്പയർ അല്ലെങ്കിൽ അങ്കിൾ, അംബ്രേല. പക്ഷെ യു എന്ന സൗണ്ട് വരുമ്പോൾ, ഓക്കെ, ഇപ്പൊ ഇവിടെ നോക്കൂ, റൈറ്റ് സൈഡില് എ യൂണിയൻ, എ യൂണിഫോം, എ യൂണിവേഴ്സിറ്റി. അപ്പൊ യു എന്ന സൗണ്ട് വരുമ്പോൾ എ ആർട്ടിക്കിളും എന്ന സൗണ്ട് വരുമ്പോൾ ആൻ ആർട്ടിക്കിളുമാണ് ഉപയോഗിക്കേണ്ടത്. ഓക്കെ, സോ യു ഹാവ് ടു ബി വെരി കെയർഫുൾ അബൌട്ട് ദിസ്. അതേപോലത്തെ സംഭവമാണ് എച്ചിനുമുള്ളത്. ഓക്കെ, ഇവിടെ നോക്കൂ, എ ഹൗസ്, എ ഹാറ്റ്, എ ഹാപ്പി ക്യാറ്റ്. ഓക്കെ, ഇതൊക്കെ നമുക്ക് പറയാം, കാരണം നമുക്കറിയാം AEIOUല് വൊവൽ വേർഡ്സിൽ, ലെറ്റേഴ്സിൽ എച്ച് ഉൾപ്പെടുന്നില്ല. പക്ഷെ റൈറ്റ് സൈഡിൽ നോക്കൂ നിങ്ങൾ, ഇവിടെ എച്ച് സൈലന്റ് ആണ്. റൈറ്റ് സൈഡിൽ അവർ എന്നാണ് പറയാ, ഹവർ എന്നല്ലോ. ഓക്കെ, ആൻ ആർ. ഓക്കെ, ആൻ ഓണ, ആൻ ഓണസ്റ്റ് മാൻ. ഓക്കെ, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ എച്ച് സൈലന്റ് ആകുമ്പോൾ ഓ ആണ് അവിടെ സൗണ്ട് ഫസ്റ്റ് വരുന്നുള്ളത്, കേൾക്കുന്നുള്ളത്. അപ്പൊ നമ്മൾ അതിന് ആൻ ഉപയോഗിക്കും. ഓക്കെ, സോ നിങ്ങൾ ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ, പ്ലീസ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് ഫോളോ. താങ്ക് യു.